ഞങ്ങളൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഒരു ചോട് കട്ടിയുള്ള പാത്രം വേണം. അടുപ്പിൽ വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് തോരനെപ്പോഴും, ചിക്കൻ തോരനെപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് ഒരു ഇത്ര കണക്കിന്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയാണ്. കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പകുതി. അതും കൂടെ ചേർത്തിട്ട് വഴറ്റണം. തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, കാരണം തീ കൂടി പോകാനും പാടില്ല. എന്നാൽ തീരെ കുറച്ച് വെച്ചാൽ ഇതിപ്പോഴും മുക്കത്തില്ല, എണ്ണ കുടിക്കും. അതുകൊണ്ട് തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ശരീരത്തിൽ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് അധികം വേണ്ട, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പച്ചമുളക് എരിവ് അനുസരിച്ചിട്ടാണ്, ഒരുപാട് പച്ചമുളകൊന്നും വേണ്ട. ഒരു 1/4 കിലോ ചിക്കൻ ഇത് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരുന്ന അതും കൂടെ ചേർക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ജസ്റ്റ് ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലിയാണ്. ഇത്ര തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, രണ്ടാമത് ചേർക്കണ്ട. കാരണം ആദ്യം ഉപ്പ് ഒരുപാട് ചേർക്കണ്ട. ചിക്കനിൽ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ്. നല്ല ഉപ്പിളക്കുക. ഈ കൂട്ടണം, എന്നാലേ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വരത്തുള്ളൂ. നല്ല പൊടികളെല്ലാം ചിക്കനിലൊന്ന് പിടിക്കണം. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് രണ്ടാമത് കുറച്ചും കൂടെ മസാല മീൻസ് ഗരം മസാലയും മുളക് പൊടിയും തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ചേർക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് മതി. ഈ കുറയ്ക്കുക. എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണമെന്ന് തോന്നുന്നു, കാരണം ഒട്ടുമേ വെള്ളമില്ല. ചിക്കൻ കഴുകി നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുത്തായിരുന്നു. കുറച്ച് വെള്ളം, ശകലം, 1/4 കപ്പ് വെള്ളം ചിക്കനിൽ നിന്ന് വേകാൻ വേണ്ടിയിട്ട് മാത്രം. അടച്ചു വയ്ക്കുക. ചിക്കൻ വേകട്ടെ. ചിക്കന് ഇപ്പം വെന്ത് കാണുമെന്ന് നോക്കാം. ഫ്ലെയിം കുറച്ച് തന്നെയാണ് വെച്ചിരുന്നത് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട്. ചിക്കൻ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു, വെള്ളമൊക്കെ വറ്റി വരുന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് സവോള, ഇതിപ്പോൾ 2 സവോളയാണ് അരിഞ്ഞത്. 2 ഫുള്ളായിട്ട് വേണ്ട, ഞാനിപ്പോൾ ഒരു 1.5 സവോളയുടെ അരിഞ്ഞതേ ഇടുന്നുള്ളൂ. കുറച്ചങ്ങ് മാറ്റി വെച്ചു. ഇളക്കി നോക്കട്ടെ ഇത് മതിയൊന്ന്. ഇത് മതിയാവും. ഒരു 1/2 തേങ്ങ ഉണ്ട്, തേങ്ങ ചതച്ച് വെച്ചതാണ്. തേങ്ങ ഇടും, തേങ്ങ ചേർത്തിട്ട് 1/2 തേങ്ങയാണിത്. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി തോരൻ പരുവത്തി. ആദ്യം നമ്മളൊരു 1 ടീസ്പൂണല്ലേ ഇട്ടുള്ളൂ. 1 ടീസ്പൂൺ ഇങ്ങനെ ഒരു ഹീപ്പായിട്ട്. കാശ്മീരി ചില്ലി അത് തന്നെ കുഴപ്പമൊന്നുമില്ല. 1.5 ടീസ്പൂൺ ഇട്ടു. പിന്നെ അതിനകത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം. ഇനി ആദ്യം നമ്മൾ ഉപ്പ് കുറച്ചല്ലേ ചേർത്തുള്ളൂ. ഇതിൽ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ചിക്കൻ ഉപ്പ് നമ്മൾ നോക്കണം. അവസാനം നല്ലപോലെ ഇളക്കുക. ഗരം മസാല, മുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്തപ്പോൾ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ആവി വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വയ്ക്കുക. തേങ്ങ ഒക്കെ ചേർത്തോണ്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് വേഗണം, അത്രയേ ഉള്ളൂ. അടുപ്പൊക്കെ ഒന്ന് തുറന്ന് വെള്ളമെല്ലാം വറ്റി ശരിക്കുള്ള തോരനായി. മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ചിക്കൻ തോരനായത്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കുക. നമ്മൾ രണ്ടാമത് സവോളയും പൊടിയായിട്ട് അരിഞ്ഞ സവോള, ചുമന്നുള്ളിയൊക്കെ ചേർത്തല്ലോ,
അതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴന്ന് വരും, വെന്തു എന്നാലും ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രം 5 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഓഫ് ചെയ്യുക.